ഹനഫി മദ്ഹബ് പ്രകാരമുള്ള നമ്മുടെ നിസ്കാരങ്ങളുടെ കറാഹത്തുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നിസ്കാരത്തിൽ കറാഹത്ത് വരാൻ പാടില്ല. എന്തുകൊണ്ടാണ് നിസ്കാരത്തിൽ കറാഹത്ത് വരാൻ പാടില്ല എന്ന് പറയുന്നത്? നിസ്കാരത്തിൽ കറാഹത്ത് വന്നു പോയാൽ ആ നിസ്കാരം ന്യൂനതയുള്ള നിസ്കാരമായിട്ടാണ് എണ്ണപ്പെടുക. അപ്പോൾ നിസ്കാരത്തിൽ ന്യൂനത ഉണ്ടാകാതിരിക്കാൻ, കുറവുകൾ ഉണ്ടാകാതിരിക്കാൻ കറാഹത്തുകൾ വരാതെ നാം സൂക്ഷിക്കണം. അല്ലാഹു തആല നമ്മുടെ നിസ്കാരങ്ങളൊക്കെ ന്യൂനതകളില്ലാത്ത, സ്വീകരിക്കപ്പെടാൻ പറ്റുന്ന ഇബാദത്തുകളായി, നിസ്കാരങ്ങളായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളൊരു ടെക്സ്റ്റൈൽസിലേക്ക് ചെന്നാൽ തന്നെ എത്ര നല്ലതാണെങ്കിലും ഡാമേജ് ഉള്ള വസ്ത്രം നമ്മൾ ഇഷ്ടപ്പെടുകയില്ല. നമ്മളൊരു നല്ലൊരു ഡ്രസ്സ് നമ്മൾ കണ്ടു, ഇഷ്ടപ്പെട്ടു, അത് വാങ്ങാൻ വേണ്ടി നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് വലിയ ഒരു കീറൽ അല്ലെങ്കിൽ ഒരു ഡാമേജ് നമ്മൾ കണ്ടത്. അത് ഡാമേജ് ഉള്ളതാണ്, അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അത് ഒഴിവാക്കും. ഇതുപോലെ അമലുകളിൽ ന്യൂനത വന്നാൽ, കുറവുകൾ വന്നാൽ ആ അമലുകൾക്കും പ്രതിഫലങ്ങൾ കുറയും, മാറ്റ് കുറയും. അതുകൊണ്ട് തന്നെ ഇബാദത്തുകളിൽ കുറവ് വരാൻ പാടില്ല, ന്യൂനത വരാൻ പാടില്ല. അപ്പോ നിർബന്ധമായും ഈ കറാഹത്തുകൾ നിസ്കാരത്തിൽ നാം ഒഴിവാക്കിയേ പറ്റൂ. എന്തൊക്കെയാണ്? വളരെ ലളിതമായി തന്നെ ഇൻഷാ അല്ലാഹ് പറയുകയാണ്. ഒന്ന്, തർക്കു സുന്നത്തിൻ മിൻ സുനനിസ് സ്വലാത്തി അംദൻ. നിസ്കാരത്തിന്റെ സുന്നത്തുകളിൽപ്പെട്ട ഏതെങ്കിലും സുന്നത്തുകളെ മനഃപൂർവ്വം ഒഴിവാക്കുക. അത് കറാഹത്താണ്. നിസ്കാരത്തിന് കുറേ സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകൾ മനഃപൂർവ്വം എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അത് കറാഹത്താണ്. രണ്ട്, അൽ ബഅസു ബിസ്സൗബി ഔ ബിൽ ബദനി. നിസ്കാരത്തിൽ വസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങൾ കൊണ്ടോ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുക. ചില ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, നിസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, കയ്യും കാലും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ചിലര് വസ്ത്രത്തിന്റെ തുമ്പ് പിടിച്ചിങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കും. ചിലരിങ്ങനെ ആടി ആടി നിൽക്കും. അത് പാടില്ല. അപ്പൊ നിസ്കാരത്തിൽ വസ്ത്രം കൊണ്ട് അല്ലെങ്കിൽ ശരീരം കൊണ്ട് ഇങ്ങനെ കളിച്ച് കൊണ്ട് നിൽക്കുക, അത് കറാഹത്താണ്. മൂന്ന്, അസ്വലാത്തു ഫി സിയാബിൽ മുംതഹിനത്തില്ലത്തി ലാ യഖ്റുജു ഫി മിസ്ലിഹാ ഇലാ അഷ്റാഫിൻ നാസി. മൂന്നാമത്തെ കറാഹത്ത്, വളരെ താഴ്ന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക. വളരെ താഴ്ന്ന വസ്ത്രം, ഏറ്റവും ലോക്കൽ വസ്ത്രം, നമുക്കുള്ളതിൽ ഏറ്റവും കുറഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് എന്ത് ചെയ്യുക? നിസ്കരിക്കുക. അത് കറാഹത്താണ്. ആ വസ്ത്രം കൊണ്ട് ഇയാൾ കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റ് ബഹുമാനിക്കപ്പെടുന്ന ആളുകളുടെ അരികിലേക്കൊന്നും ഈ വസ്ത്രം ഇട്ടുകൊണ്ട് പോവൂല. അതാണ് കിതാബിൽ ഇമാമിങ്ങൾ പറഞ്ഞത്, ലാ യഖ്റുജു ഫീ മിസ്ലിഹാ ഇലാ അഷ്റാഫിൻ നാസി. ജനങ്ങളിൽ ബഹുമാനിക്കപ്പെടുന്ന ആളുകളുടെ അരികിലേക്ക് ഈ കുപ്പായം ഇട്ടുകൊണ്ട് ഇയാൾ പോവുകയില്ല. പക്ഷെ നിസ്കരിക്കാൻ വരുമ്പോ ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് വരിക. ചിലര് തോർത്ത് തലയിൽ ചുറ്റിക്കൊണ്ട് വരുന്നതായി കാണാം. അല്ലെങ്കിൽ ഏറ്റവും പഴയ മുണ്ട്, ഏറ്റവും പഴയ ഷർട്ട് അതിട്ടുകൊണ്ട് വരിക. ചില ഉമ്മമാരുടെ നിസ്കാരക്കുപ്പായം കണ്ടിട്ടില്ലേ? ഏറ്റവും പഴക്കമുള്ളത്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ച് അതിൻ്റെ അകത്ത് കരിമ്പിനൊക്കെ അടിച്ച് കറുത്ത കുത്തുകൾ ഒരുപാടുണ്ട്.
പല സ്ഥലങ്ങളും കീറി വീണ്ടും വീണ്ടും ആ കീറിയ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ കണ്ടിട്ടില്ലേ? കറാഹത്താണ്. കാരണം ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അഷ്റാഫുന്നാസിന്റെ അരികിലേക്ക് അഥവാ ജനങ്ങളിൽ ബഹുമാനിക്കപ്പെടുന്നവരുടെ അരികിലേക്ക് പോകുമോ? ഇല്ല. അപ്പൊ പിന്നെ ഈ കുപ്പായം ഇട്ടുകൊണ്ട് നിസ്കരിക്കൽ എന്താണ്? കറാഹത്താണ്. നമ്മുടെ നിസ്കാരത്തിന് ന്യൂനതയുണ്ടാക്കുന്ന സംഗതികളാണ്. അപ്പൊ അത് പാടില്ലാത്തതാണ്. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് വേണം നിസ്കരിക്കാൻ നിൽക്കാൻ. ഏറ്റവും നല്ലത്, കാണാൻ ഭംഗിയുള്ളതും വെണ്മയുള്ളതുമായ ഡ്രസ് ഇട്ടുകൊണ്ട് വേണം നിസ്കരിക്കാൻ. പല ആളുകളും നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ ഏറ്റവും പഴയ കൈലി അല്ലെങ്കിൽ മുണ്ട്, ഷർട്ട് ഇതൊക്കെ ഉപയോഗിച്ചു കൊണ്ടാണ് വരിക. അത് പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നാലാമത് അൽ ഇത്തിക്കാഉ ഇലാ ഷൈഇൻ ഫിസ് സ്വലാത്തി. നിസ്കാരത്തില് ഏതെങ്കിലും ഒരു സംഗതിയിലേക്ക് ഇങ്ങനെ ചാരി ഇരിക്കുക. നിസ്കാരത്തിൽ മറ്റൊരു വസ്തുവിലേക്ക് ചാരി ഇരിക്കാൻ പാടില്ല. അത് അടുത്തിരിക്കുന്ന ആളിലേക്കാണെങ്കിൽ പോലും ചാരിയിരിക്കാൻ പാടില്ല. തൂണ് പള്ളിയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പള്ളിയുടെ ഭിത്തി, അതിലേക്ക് ഇങ്ങനെ ചാരി ആവശ്യമില്ലാതെ ചാരിയിരുന്ന് നിസ്കരിക്കുക. അത് കറാഹത്താണ്. ഒരാൾക്ക് രോഗിയാണ്, അയാൾക്ക് ചാരിയിരുന്നേ പറ്റൂ. അയാളെ കുറിച്ചല്ല ഈ പറയുന്നത്. ആരോഗ്യമുണ്ടായിട്ടും ചാരി ഇരുന്നു കൊണ്ട് നിസ്കരിക്കുക, അത് കറാഹത്താണ്. അതുപോലെ അഞ്ചാമത്തെ കറാഹത്ത് അൽ ഇൽത്തിഫാത്തു ബിൽ ഉനുഖി യമീനൻ വശിമാലൻ ബിദൂനി ഹാജത്തിൻ. ആവശ്യമില്ലാതെ പെരടി കൊണ്ട് വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുക. ചില ആളുകൾക്കുള്ള സ്വഭാവമാണ്. നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുക. അപ്പുറത്തൊരാളൊന്ന് കൈകെട്ടാൻ വന്നപ്പോൾ അയാളെ നോക്കി, ഇപ്പുറത്തൊരാൾ കൈകെട്ടാൻ വന്നപ്പോൾ അയാളെ നോക്കി. വെറുതെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക? പെരടി കൊണ്ട് തിരിഞ്ഞ് നോക്കുക. അത് കറാഹത്താണ്. അസ്വലാത്തു ഫി മുവാജഹത്തി ആദമിയൻ. ഒരു മനുഷ്യന്റെ നേരെ നിന്നുകൊണ്ട് നിസ്കരിക്കുക. ഞാൻ നിസ്കരിക്കുന്നു, എൻ്റെ തൊട്ടു മുമ്പിൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ഞാൻ നിസ്കരിക്കുക, അത് കറാഹത്താണ്. അസ്വലാത്തു ഇൻദ മുദാഫഅത്തിൽ ബൗലി വൽ ഗായിതി വരീഹി. മലമൂത്ര വിസർജനത്തിന് ആവശ്യമായി വന്ന ആ സമയത്തോ അല്ലെങ്കിൽ കീഴുവായു പോകാൻ സമയമാകുന്ന നേരത്തോ നിസ്കരിക്കുക, അത് കറാഹത്താണ്. ഒരാൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി നിൽക്കുകയാണ്, ആ മൂത്രമൊക്കെ പിടിച്ചു വെച്ചുകൊണ്ട് നിസ്കരിക്കുക, അത് കറാഹത്താണ്. പ്രത്യേകിച്ച് റമളാൻ മാസത്തിലൊക്കെ ഇടയത്താഴത്തിന് നല്ല വെള്ളമൊക്കെ കുടിച്ച് കുറെ കഴിഞ്ഞ് സുബഹി നിസ്കരിക്കാൻ വേണ്ടി ചെന്ന് നിൽക്കുമ്പോൾ നന്നായി മൂത്രമൊഴിക്കാൻ അത്യാവശ്യമാകുന്ന ഒരു സാഹചര്യം വരും. അപ്പോ ഒളു എടുത്തല്ലേ, ഇനി ഞാൻ മൂത്രം ഒഴിക്കാൻ പോയാൽ എൻ്റെ ഒളു മുറിയും, വീണ്ടും ഞാൻ ഒളു എടുക്കണം. ആ ഒളു ചെയ്യണം എന്ന മടി കാരണത്താൽ ഇയാൾ എന്ത് ചെയ്യുന്നു? ഒളു എടുക്കാനുള്ള മടി കാരണത്താൽ പോയി മൂത്രമൊഴിക്കാതെ, ആ മൂത്രമൊഴിക്കാൻ അത്യാവശ്യമായ സംഗതി അതങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ട് ഇയാൾ നിസ്കരിക്കുകയാണ്, അത് കറാഹത്താണ്. അതേപോലെ തന്നെ മലമൂത്ര വിസർജനം രണ്ടിനും അത്യാവശ്യം വന്നാലും അതൊക്കെ കഴിച്ചിലാക്കിയിട്ട് വന്ന് നിസ്കരിച്ചാൽ മതി. അതേപോലെ കീഴുവായു പിടിച്ചു വെച്ചുകൊണ്ട് നിസ്കരിക്കുക, അതും കറാഹത്താണ്. ഇമാമിങ്ങൾ നമുക്ക് എണ്ണി പഠിപ്പിച്ചു തരികയാണ്, പാടില്ല. എട്ടാമത്തത് അസ്വലാത്തു ഫി അർദിൽ ഗൈരി ബിദൂനി റിളാഹു. മറ്റൊരാളുടെ ഭൂമിയിൽ അയാളുടെ തൃപ്തിയില്ലാതെ നിസ്കരിക്കുക. ഞാനിപ്പോ നിസ്കരിക്കുന്നത് മറ്റൊരാളുടെ, ഒരു വ്യക്തിയുടെ ഭൂമിയിലാണ്.
ഞാൻ പിടിച്ചെടുത്ത സ്ഥലമാണ്, അല്ലെങ്കിൽ അയാൾക്ക് പൊരുത്തമില്ല ഞാൻ ഇവിടെ താമസിക്കുന്നത്, അയാളുടെ പൊരുത്തമില്ലാത്ത ഭൂമിയിൽ ഞാൻ നിന്ന് നിസ്കരിക്കൽ എന്താണ്? കറാഹത്താണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പലരും മറ്റുള്ളവർക്ക് പൈസ കടം കൊടുത്തിട്ട് ആ പൈസ തിരിച്ച് കിട്ടാതെ വരുമ്പോൾ അവരുടെ വീടും പറമ്പുമൊക്കെ നമ്മളിങ്ങനെ ജപ്തി ചെയ്ത് നമ്മൾ എടുക്കും. എന്നിട്ട് ആ ഭൂമി നമ്മൾ സ്വന്തമാക്കി ആ ഭൂമിയിൽ നമ്മൾ നിസ്കരിക്കൽ അതെന്താണ്? കറാഹത്താണ്. കാരണം അതിന്റെ ഉടമസ്ഥന്, അതിന്റെ ഓണർക്ക് നീ ആ വസ്തു പിടിച്ചെടുത്തതിലോ നീ ആ വസ്തുവിൽ താമസിക്കുന്നതിലോ തൃപ്തിയില്ല. അതുകൊണ്ട് ആ ഭൂമിയിൽ നീ സുജൂദ് ചെയ്യൽ, നിസ്കരിക്കൽ എന്താണ്? കറാഹത്താണ്. അതുകൊണ്ടല്ലേ പള്ളികളൊക്കെ ഒരു വ്യക്തിയുടെ സ്വത്തല്ല. ഒരു വ്യക്തി കൊടുത്തതാണെങ്കിലും അയാൾ വഖഫ് ചെയ്തിട്ടുണ്ടാവും. വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് അവിടെ യാതൊരു അവകാശവും ഇല്ല. അതെൻ്റെ ഉപ്പുപ്പ കൊടുത്തതാണ്, എൻ്റെ വല്യാപ്പ കൊടുത്തതാണ്, എൻ്റെ വാപ്പ കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്കവിടെ അധികാരം സ്ഥാപിക്കാൻ കഴിയില്ല. കാരണം വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പൊതു സ്വത്തായി, എല്ലാവർക്കുമുള്ള സ്വത്തായി. അപ്പൊ പിന്നെ ഒരു വ്യക്തി അവിടെ അതൃപ്തി കാണിച്ചത് കൊണ്ട് കാര്യം ഇല്ല. ഇനി 9-ാമത്തത് അസ്വലാത്തു ഫി മുവാജഹത്തി നാരിൻ ഔ ഫി മുവാജഹത്തി ഖാനൂനിൻ ഫീഹി നാറുൻ. ഒരാള് ഒരു തീയിനെ നേരിട്ട് നിന്നുകൊണ്ട് നിസ്കരിക്കുക. മുമ്പിൽ ഒരു തീ കത്തിച്ചു വെച്ച് ആ തീയിലേക്ക് തിരിഞ്ഞു നിന്നെന്ത് ചെയ്യുക? നിസ്കരിക്കുക. കറാഹത്താണ്. അതുപോലെ അടുപ്പ്, ആ അടുപ്പില് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ അടുപ്പിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുക. പടിഞ്ഞാറ് ഭാഗത്താണ് അടുപ്പുള്ളത്. ആ അടുപ്പിലേക്ക് തീ കത്തുന്ന സമയത്ത് ആ അടുപ്പിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുക. അപ്പൊ ഇതിനോട് ഖിയാസാക്കാൻ നമുക്ക് മെഴുകുതിരി കത്തിച്ചു വെച്ച് അതിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുക. അതേപോലെ ഗ്യാസ് സ്റ്റൗവ് കത്തിച്ചു വെച്ചിട്ട് ആ തീയുടെ നേരെ നിന്ന് നിസ്കരിക്കുക. അപ്പൊ ഇതൊക്കെ എന്താണ്? കറാഹത്താണ്. അസ്വലാത്തു ഫി മക്കാനിൻ മുഹ്തഖിരിൻ കൽ ഹമ്മാമി വ ബൈത്തുൽ ഖലാഇ. ബാത്റൂം, കുളിമുറി പോലെയുള്ള സ്ഥലത്ത് നിസ്കരിക്കുക. ബാത്റൂം, അതുപോലെ കുളിമുറി, ടോയ്ലറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക? നിസ്കരിക്കുക. മനുഷ്യന്മാര് മലമൂത്ര വിസർജനത്തിനും കുളിക്കാനുമൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കുക. അതെന്താണ്? കറാഹത്താണ്. 11-ാമത്തെ കറാഹത്ത് അസ്വലാത്തു ഫി ത്വരീഖി. ആളുകളൊക്കെ നടന്നു പോകുന്ന വഴിയിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുക. അത് കറാഹത്താണ്. വഴിയിൽ നിന്ന് നിസ്കരിക്കൽ എന്താണ്? കറാഹത്താണ്. ത്വരീഖ് എന്ന് പറഞ്ഞാൽ വഴി എന്നാണ്. അപ്പൊ നമ്മൾ പള്ളിയിൽ കയറിയാൽ തന്നെ ആളുകളൊക്കെ വുളൂഅ് ചെയ്ത് പള്ളിക്കകത്തേക്ക് കയറുന്ന സ്ഥലം, ആ സ്ഥലത്ത് അകത്ത് സ്ഥലമുണ്ടായിരിക്കെ ആ സ്ഥലത്ത് വഴിയിൽ നിന്ന് നിസ്കരിക്കാൻ പാടില്ല. ഇനി പള്ളിക്കകത്ത് കയറിയാൽ തന്നെ നമ്മുടെ മുമ്പിൽ ഒരു മറ ഉണ്ടായിരിക്കണം. ആ മറയുടെ പിന്നിൽ നിന്ന് വേണം നമ്മൾ നിസ്കരിക്കാൻ. അപ്പൊ വന്നവർ മുന്നോട്ട് കയറിയിരിക്കുക, പള്ളിയുടെ മുമ്പിലേക്ക് കയറിയിരിക്കുക. പിന്നെ വരുന്നവർ അടുത്ത സഫിലിരിക്കുക, പിന്നെ വരുന്നവർ അടുത്ത സഫിലിരിക്കുക. അങ്ങനെ ഇരുന്നാൽ ആ ഒരു കറാഹത്ത് നമുക്ക് നഷ്ടപ്പെടും. അവൻ വഴിയിൽ നിന്നുകൊണ്ട് നിസ്കരിക്കൽ എന്താണ്? കറാഹത്താണ്. അപ്പൊ ചിലർക്ക് സംശയം വരും, എന്താണ് ഈ മക്കത്തും മദീനത്തും ഒക്കെ പോകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ റൂമിന്റെ താഴെയും അതുപോലെ ചില കടകൾക്ക് മുമ്പിലും റോഡിലും ഒക്കെ നിന്ന് നിസ്കരിക്കുന്നത് കാണാലോ? അത് തെറ്റല്ലേ? ഹറം എന്ന് പറയുന്നത് ആ പ്രദേശം, നമ്മൾ താമസിക്കുന്ന ആ ബിൽഡിങ്ങും അതൊക്കെ ഹറമിന്റെ ഭാഗമാണ്. മാത്രമല്ല അവിടെ എവിടെ നിസ്കരിച്ചാലും വലിയ പ്രതിഫലമാണ്. പ്രത്യേകിച്ച് ഹറമിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ ഒക്കെ വലിയ വലിയ പ്രതിഫലങ്ങളാണ്. അവിടെ ഈ ഇമാമിനോട് ചെന്ന് ചേരുന്ന ജമാഅത്ത് നമുക്ക് കാണാൻ കഴിയും. അത് അവിടെ അങ്ങനെ പതിവാണ്. അതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ല. അവിടെ അങ്ങനെ പതിവാണ്, അതുകൊണ്ട് അവിടെ കുഴപ്പമില്ല.
എങ്കിലും നമുക്ക് നടന്ന് ആ ജമാഅത്ത് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടേക്ക് എത്തിപ്പെടാവുന്നതാണ്. അപ്പൊ അധികം ചില കച്ചവടക്കാരുമൊക്കെ അവരുടെ കടയുടെ മുമ്പിൽ അവരങ്ങനെ ജമാഅത്തായിട്ട് തന്നെ ആ ജമാഅത്തിനെ തുടർന്ന്, ഏത് ജമാഅത്തിനെ, ഹറമിൽ നടക്കുന്ന ജമാഅത്ത് നിസ്കാരം ഇവിടെ കേൾക്കാൻ പറ്റും, അതിനെ തുടരാൻ വേണ്ടി അവർ അവരുടെ ഷോപ്പിന്റെ മുമ്പിലൊക്കെ നിന്ന് നിസ്കരിക്കുന്നതാണ്. അതങ്ങനെ പതിവായതാണ്. അല്ലാതെ അങ്ങനെ തന്നെ നിസ്കരിക്കണം എന്നല്ല അവിടെ ഉള്ളത്. പിന്നെ അസ്വലാത്തു ഫിൽ മഖ്ബറത്തി, മഖ്ബറയിൽ നിസ്കരിക്കുക, അതെന്താണ്? കറാഹത്താണ്. മഖ്ബറയിൽ നിസ്കരിക്കാൻ പാടില്ല, അത് കറാഹത്താണ്. അസ്വലാത്തു ഖരീബം മിനൻ നജാസത്തി, നജസ് അടുത്ത് കിടക്കവേ ആ നജസിന്റെ അടുത്ത് നിന്ന് നിസ്കരിക്കുക, അത് കറാഹത്താണ്. നജസ് അടുത്ത് കിടക്കുന്നുണ്ട്, ആ നജസ് അടുത്ത് കിടക്കവേ എന്ത് ചെയ്യുക? നിസ്കരിക്കുക, അത് കറാഹത്താണ്. അപ്പം നമുക്ക് മറ്റ് സ്ഥലങ്ങൾ ഉണ്ട് എങ്കിലാണ് ഈ നജസ് നീക്കാൻ കഴിയും എങ്കിലും, മറ്റ് സ്ഥലമുണ്ട് അല്ലെങ്കിൽ ഈ നജസ് എടുത്ത് നമുക്ക് മാറ്റാൻ കഴിയും, എന്നാൽ അതെടുത്ത് മാറ്റിയിട്ട് നമ്മൾ നിസ്കരിക്കുക. ഇനി വേറൊരു സ്ഥലമില്ല, ഈ നജസ് എടുത്ത് മാറ്റാൻ കഴിയില്ല, ശുദ്ധിയുള്ള നജസ് ഇല്ലാത്ത മറ്റൊരു സ്ഥലം നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല, അപ്പോൾ നമുക്ക് ആ നിസ്കാരം കറാഹത്തില്ലാതെ നിർവഹിക്കാൻ കഴിയും. അസ്വലാത്തു മഅ നജാസത്തിൻ ഖലീലത്തിൻ തജൂസു മഅഹ സ്വലാത്തു ബിദൂനി ഉദ്രിൻ, കുറഞ്ഞ നജസ് നമ്മുടെ ശരീരത്ത് ഉണ്ടായിരിക്കവേ, അല്ലെങ്കിൽ വസ്ത്രത്തിൽ ഉണ്ടായിരിക്കവേ, അല്ലെങ്കിൽ നമ്മുടെ നിസ്കരിക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കവേ, ആ കുറഞ്ഞ നജസോടുകൂടി നിസ്കരിക്കുക. എത്തരത്തിൽ തജൂസു മഅഹ അസ്വലാത്തു, ആ കുറഞ്ഞ നജസ് വെച്ചുകൊണ്ട് നിസ്കരിക്കൽ എന്താണ്? അനുവദനീയമാണ്. ഇപ്പൊ ഒരു കൊതുക് നമ്മൾ എന്ത് ചെയ്തു? ഒരു കൊതുക് നമ്മളെ കടിച്ചു. നമ്മൾ ആ കൊതുകിനെ അടിച്ചപ്പോ ആ കൊതുകിന്റെ ദേഹത്തിരുന്ന രക്തം നമ്മുടെ കുപ്പായത്തിലൊക്കെയായി. അപ്പോ ആ കുപ്പായത്തിലായ രക്തം നമുക്ക് പോയി വെളിയിലേക്ക് ഇറങ്ങി കൊണ്ടുപോയത് കഴുകിക്കളയാൻ പറ്റും എന്നിരിക്കവേ നമ്മളത് കഴുകിക്കളയാതെ അത് വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് കറാഹത്താണ്. എന്നാൽ കൊതുകിന്റെ അല്പമുള്ള ചെറിയ രക്തം വെച്ചുകൊണ്ട് നമുക്ക് നിസ്കരിക്കാം, നിസ്കാരം ജായിസാകും. നിസ്കാരം എന്താകും? ജായിസാകും. പക്ഷേ അത് കാരണമൊന്നുമില്ലാതെ, അല്ലെങ്കിൽ അത് കഴുകിക്കളയാൻ അവസരം ഉണ്ടായിട്ടും അത് കഴുകിക്കളയാതെ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് എന്താണ്? കറാഹത്താണ്. അതുപോലെ അസ്വലാത്തു ഫീ സൗബിൻ ഫീഹി തസാവീറുൻ ലിദീ റൂഹിൻ, പടമുള്ള ജീവനുള്ള വസ്തുവിന്റെ ഫോട്ടോ, പടം ഉള്ള വസ്ത്രം ഇട്ടുകൊണ്ട് നിസ്കരിക്കുക. ചില കുട്ടികളുടെ ടീഷർട്ടൊക്കെ കണ്ടിട്ടില്ലേ? മെസ്സിയുടെയും അതുപോലെ എന്താ മൂത്താപ്പായ, വല്യപ്പ, അങ്ങനെ എന്താ പറയും, ചില കളിക്കാരുടെ ഫോട്ടോ പതിച്ച ടീഷർട്ടുകൾ ഇന്ന് സുലഭമാണ്. ഇനി കളിക്കാരുടേതല്ല, ചിലരുടെ ടീഷർട്ടിന്റെ മുമ്പില് ചില ചിത്രശലഭത്തിന്റെ, ചെറിയ ചെറിയ ജീവികളുടെ ഒക്കെ ഫോട്ടോ, ആ രൂപം നൂലുകൊണ്ട് വലിഞ്ഞു വെച്ചിട്ടുണ്ടാകും, ഫോട്ടോ തന്നെ പതിച്ചിട്ടുണ്ടാവും. ചില ആളുകളുടെ ചെറിയ രൂപത്തിലായിരിക്കും കാണപ്പെടുക. ചിലരുടെ, അധികം ആളുകളുടെ ഈ കുപ്പായത്തിന്റെ പോക്കറ്റിന്റെ സൈഡിൽ കാണാം ചില ചിത്രങ്ങൾ. അപ്പൊ ജീവനുള്ള ഏത് വസ്തുവിന്റെയും, അത് മനുഷ്യന്റെ ഫോട്ടോ തന്നെ വേണമെന്നില്ല, ഒരു ഉറുമ്പിൻ്റെതാണെങ്കിലും അല്ലെങ്കിൽ ഒരു ചിത്രശലഭത്തിൻ്റെതാണെങ്കിലും, ജീവനുള്ള ഒരു വസ്തുവിന്റെ ഫോട്ടോ പതിപ്പിക്കപ്പെട്ട വസ്ത്രത്തിൽ, ആ വസ്ത്രത്തിൽ എന്ത് ചെയ്യുക? നിസ്കരിക്കുക, അത് കറാഹത്താണ്. നമ്മൾ പലപ്പോഴും ചിലപ്പോൾ കൈകെട്ടി നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളിന്റെ കുപ്പായത്തിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ കാണാം. അപ്പൊ അത് കറാഹത്താണ്. അസ്വലാത്തു ഫീ മക്കാനിൻ ഫീഹി സൂറത്തുൻ സവാഉൻ കാനത്തി സൂറത്തു ഫൗഖ റഅസിഹി ഔ ബൈന യദൈഹി ഔ ഖൽഫിഹി. എന്താണ്? അസ്വലാത്തു ഫീ മക്കാനിൻ, ഒരു സ്ഥലത്ത് നിന്ന് നിസ്കരിക്കുക, അത് കറാഹത്താണ്. എങ്ങനത്തെ സ്ഥലം? ഫീഹി, ആ സ്ഥലത്തുണ്ട്, സൂറത്തുൻ, ഫോട്ടോ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് മനുഷ്യരുടെ ആണെങ്കിലും മൃഗത്തിന്റെ ആണെങ്കിലും ചിത്രശലഭത്തിന്റെ ആണെങ്കിലും എന്തിൻ്റെതാണെങ്കിലും ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ പതിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം.
ആ സ്ഥലത്ത് നിന്ന് നിസ്കരിക്കുന്നത് കറാഹത്താണ്. സവാഉൻ കാനത്തി സൂറത്തു ഫൗക റഅസിഹി ഔ ബൈന യദൈഹി ഔ ഖൽഫിഹി. ആ ഫോട്ടോ ഇയാൾ നിൽക്കുന്നതിന്റെ മുകളിലാണ് ഉള്ളത്, അല്ലെങ്കിൽ സൈഡിലാണ്, അല്ലെങ്കിൽ ബാക്കിലാണ് ഉള്ളത്, എന്നാലും കറാഹത്ത് തന്നെയാണ്. ചില റൂമുകളിൽ, ബെഡ്റൂമുകളിൽ, ചില ഹാളുകളിൽ, ഷോക്കേസുകളിലൊക്കെ ജീവനുള്ള വസ്തുക്കളുടെ പാവക്കുഞ്ഞുങ്ങളും രൂപങ്ങളും ഒക്കെ ഉണ്ടാവും. മക്കളുടെ ബർത്ത്ഡേ വന്നപ്പോ ആ ബർത്ത്ഡേക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മക്കളുടെ ഫോട്ടോ അത് കലണ്ടർ രൂപത്തിലാക്കി വീട്ടിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കല്യാണത്തിന്റെ വെഡിങ് ആനിവേഴ്സറി വന്നപ്പോ, വിവാഹ വാർഷികം വന്നപ്പോ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു മോഹം, ഒന്ന് ചേർന്നിരുന്ന് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഒരു കലണ്ടർ മേൽ ആക്കി ആ കലണ്ടർ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. ചില മക്കള് സ്പൈഡർമാന്റെയും ശക്തിമാന്റെയും ഒക്കെ ടാറ്റു അത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വീടിന്റെ അലമാരയിലും വീടിന്റെ ഭിത്തിയിലും കതകിലും ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും, സ്റ്റിക്കർ. അപ്പൊ അതും ഇതിൽ പെട്ടതാണ്. എങ്ങനെ? പടങ്ങളിൽ പെട്ടതാണ്. അത്തരം പടങ്ങൾ ഒട്ടിക്കപ്പെട്ട റൂമിൽ നിന്ന് നിസ്കരിക്കുന്നത് കറാഹത്താണ്. ആ പടം ഷോക്കേസിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കാൻ, അല്ലെങ്കിൽ അലമാരയുടെ മുകളിലാണ് ഒട്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഭിത്തിയുടെ മുകളിലാണ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്, എന്നാലും ആ റൂമിൽ നിന്നുകൊണ്ട് നിസ്കരിക്കൽ കറാഹത്താണ്. അല്ലാഹു തആല നന്നായി ചിന്തിക്കാനും പഠിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ആ പടങ്ങൾ എന്ന് പറഞ്ഞത് പൂർണ്ണ രൂപമുണ്ടാകണം. അതായത് തല മാത്രമേ ഉള്ളൂ, ഉടല് താപ്പോട്ടില്ല, അല്ലെങ്കിൽ കൈ മാത്രമേ ഉള്ളൂ, എന്നാൽ കറാഹത്തില്ല. രൂപം പൂർണ്ണമാകണം. പൂർണ്ണമായ ഒരു മനുഷ്യന്റെ, അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ചിത്രശലഭത്തിന്റെ, പൂർണ്ണമായ ഒരു സ്പൈഡർമാന്റെ ഫോട്ടോ ആണ് എങ്കിലാണ് ഈ കറാഹത്ത് വരിക. ഈ തല മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കൈ മാത്രമേ ഉള്ളൂ, എന്നാൽ ഈ കറാഹത്ത് വരികയില്ല. അല്ലാഹു തആല ചിന്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ വീണ്ടും ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിക്കാൻ, ഇത് നമ്മൾ പാലിക്കണം. ഇത് നമ്മൾ കൃത്യമായി നമ്മുടെ നിസ്കാരം പൂർണ്ണമാകാൻ, നിസ്കാരത്തിന് പൂർണ്ണ പ്രതിഫലം ലഭിക്കാൻ നമ്മൾ ഇത് കൃത്യമായി പാലിച്ചേ മതിയാകൂ. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഫർഖഅത്തുൽ അസാബിഅ്. എന്താണ് ഫർഖഅത്തുൽ അസാബിഅ്? വിരലുകൾ, ആ വിരലുകൾ ഞൊട്ടയിടുക. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, നിസ്കാരത്തിൽ നിന്നുകൊണ്ട് വിരലിങ്ങനെ ടിക് ടിക് എന്ന ഞൊട്ടയിട്ട് കേൾക്കുന്നത് വലിയ സന്തോഷമാണ്. അപ്പം വിരലുകൾ ഞൊട്ടയിടാൻ പാടില്ല. ഞൊട്ടയിടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായില്ലയോ? കൈ ഇങ്ങനെ ഒടിക്കുക, ഇങ്ങനെ ഓരോ വിരൽ ഇങ്ങനെ ടിക് ടിക്ക് നിങ്ങൾ സൗണ്ട് കേൾക്കുന്ന രൂപത്തിൽ ഇങ്ങനെ വിരലുകൾ ഞൊട്ടയിടുക, അത് കറാഹത്താണ്. അതുപോലെ തശ്ബീഖുൽ അസ്വാബിഅ്, വിരലുകൾ കോർക്കുന്നതും ഇങ്ങനെ കോർക്കുക. നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ കോർക്കുക, അതും കറാഹത്താണ്, പാടില്ലാത്ത സംഗതിയാണ്. അതുപോലെ കാരണം കൂടാതെ ചമ്മണപ്പൂട്ട് ഇട്ടിരിക്കുക. നിസ്കാരത്തിൽ ദുആരക്കുമ്പം അങ്ങനെ ചമ്മണപ്പൂട്ടിട്ട് ദ്വാരക്കാൻ പാടില്ല. നിസ്കാരമല്ല, അയാൾ സാധാരണ ദ്വാ ഇമാമ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇദ്ദേഹം ആമീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആമീൻ പിടിക്കുന്ന ആൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ചമ്മണപ്പൂട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. ചമ്മണപ്പൂട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കാല് രണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിയിട്ട് ചന്തി തറയിൽ കുത്തി ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ആ ഇരുത്തം കറാഹത്താണ്. അപ്പൊ നിസ്കാരത്തിലും കറാഹത്താണത്. ദുആ ചെയ്യുമ്പോ ഇരിക്കുന്നതും അത് കറാഹത്താണ്, പാടില്ല. അതേപോലെ അൽ ഇഖ്ആഉ, കുത്തിയിരിക്കുക. അതിന് നേരെ അർത്ഥം നായ ഇരുത്തം എന്നാണ് പറയാ. ഹുവൽ ജുലൂസു മിസ്ല ജുലൂസിൽ കൽബി, നായ ഇരിക്കും പോലെ രണ്ട് കുത്തിയിരുന്നിട്ട് മുട്ടിങ്ങനെ ചേർത്ത് ആ മുട്ട് തട്ടി ഇങ്ങനെ ഇരിക്കുക. ചിലർ പറയും മുട്ട് തട്ടിയിരിക്കുക, നായിരുത്തം ഇരിക്കുക എന്നൊക്കെ ചില ഓരോ സ്ഥലങ്ങളിൽ പറയും. അപ്പൊ ആ ഇരുത്തവും നിസ്കാരത്തിൽ കറാഹത്താണ്.
ഇഫ്തിറാഷു ദിറാഇഹി ഫി സുജൂദി, നിസ്കാരത്തില് എന്താണ് കയ്യിന്റെ ഈ ഭാഗം വരെ ഇങ്ങനെ താഴെ വെച്ചിട്ട് കിടക്കുക. സുജൂദില്, നിസ്കാരത്തില് സുജൂദില് ഇങ്ങനെ കിടക്കുക. അപ്പം ഇവിടം തൊട്ട് ഇവിടം വരെയും തറയിൽ മുട്ടി ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ സുജൂദ് ചെയ്യുമ്പം കൈ ഇങ്ങനെ വൈഡ് ചെയ്താണ് വെക്കേണ്ടത്. കൈയുടെ നമ്മുടെ കക്ഷഭാഗം എന്ത് ചെയ്യണം? പൊങ്ങി നിൽക്കണം. ഇത് പൊങ്ങി നിൽക്കാതെ ഒരാൾ ഇങ്ങനെ കൈയുടെ ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെ താഴെ കിടക്കുന്ന രൂപത്തിൽ അങ്ങനെ കിടക്കുന്നതും എന്താണ്? കറാഹത്താണ്, അത് പാടില്ലാത്തതാണ്. അതുപോലെ വലഉ യദൈഹി അലാ ഖാസിറത്തിഹി, ഏണിന് കൈ കൊടുത്തുകൊണ്ട് നിൽക്കുക. നിസ്കാരത്തിൽ ഏണിന് കൈ കൊടുത്തുകൊണ്ട് നിൽക്കുക, അത് പാടില്ല, അത് കറാഹത്താണ്. ഇബ്ലീസിനെ ലഅനത്തുല്ലാഹി അലൈഹി, അവനെ അല്ലാഹു തആല ആട്ടി പുറത്താക്കിയപ്പോ ഈ ദുനിയാവിലേക്ക് ഭൂമിയിലേക്ക് വന്നവൻ നിന്നത് ഏണിന് കൈകൊടുത്താണ്. അതുകൊണ്ട് ഏണിന് കൈകൊടുത്തുള്ള നൃത്തം പാടെ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒഴിവാക്കണം എന്നാണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത്. ഏണിന് കൈകൊടുത്ത് നിൽക്കുക, രണ്ട് കൈ ഇങ്ങനെ ഇങ്ങനെ ഏണിന് കൈകൊടുത്ത് ഇങ്ങനെ നിൽക്കുക, ആ നൃത്തം നിസ്കാരത്തിലും പാടില്ല, നിസ്കാരം അല്ലാത്തപ്പോഴും ആ നൃത്തം പാടില്ല. അതേപോലെ തന്നെ വീണ്ടും ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു തശ്മീറു അൻ ദിറാഇഹി, കുപ്പായത്തിന്റെ കയ്യ് ചുരുട്ടി വെക്കുക. കുപ്പായത്തിന്റെ കയ്യ്, ഇപ്പൊ നമ്മൾ ഇതിപ്പം ഫുൾ കൈ ഷർട്ടാണ്, ഈ ഫുൾ കൈ ഷർട്ട് ഞാൻ എന്ത് ചെയ്തു? നിസ്കാരത്തിൽ ഇങ്ങനെ മടക്കി വെച്ചു, ഇങ്ങനെ മടക്കി വെച്ചു. ഈ മടക്കി വെക്കൽ എന്താണ്? കറാഹത്താണ്, കറാഹത്താണ്. ഒരാള് പെട്ടെന്ന് ഒളു എടുക്കാൻ വേണ്ടി പോയി കൈ അഴിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒളു എടുത്തിട്ട് ആ കൈ നിവർത്തിയിടാതെ അയാൾ വന്ന് കയറി നിസ്കരിച്ചു. ആ നിസ്കാരം അത് കറാഹത്താണ്, പാടില്ല. പിന്നെന്ത് വേണം? ആ ഫുൾ കൈ ഷർട്ട് ധരിച്ച ഒരാള് ആ കൈ അഴിച്ചിട്ടിട്ട് ഇതുപോലെ കൈ എന്ത് ചെയ്യണം? അഴിച്ചിടണം, പൂർണ്ണമായി അഴിച്ചിടണം. ഒരു ശകലം പോലും ആ കൈ മടക്കി വെച്ചുകൊണ്ട് ആ കുപ്പായത്തിന്റെ തുണി, കയ്യിന്റെ തുണി മടക്കി വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. അതേപോലെ പാൻറ് ധരിക്കുന്ന ആളുകൾ ആ പാൻറ് മടക്കി വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. ചില ആളുകൾ പാൻറ് മടക്കി വെക്കാറുണ്ട്, മടക്കി വെക്കാൻ പാടില്ല, കറാഹത്താണ്. ഞെരിയാണിക്ക് താഴെ പാൻറ് ഇടൽ ഹറാമുമാണ്. പുരുഷന്മാര് ഞെരിയാണിക്ക് താഴെ പാൻറ് ഇടൽ എന്താണ്? ഹറാമുമാണ്. അത് മടക്കി വെക്കൽ കറാഹത്തുമാണ്. അപ്പൊ മടക്കി വെച്ചാൽ കറാഹത്താണ്, മടക്കി വെച്ചില്ലെങ്കിൽ ഹറാമുമാണ്. പിന്നെന്ത് ചെയ്യും? അപ്പൊ പിന്നെ ചെയ്യാൻ പറ്റുന്നത് കറക്റ്റ് ഞെരിയാണി വരെ നിൽക്കുന്ന പാൻറ് ധരിക്കുക, ഞെരിയാണി വരെ നിൽക്കുന്ന മുണ്ട് ഉടുക്കുക, അതാണ് അവിടെ വേണ്ടത്. അപ്പോൾ നാം വളരെ ശ്രദ്ധിക്കണം. ഇന്ന് പലരും പള്ളികളിൽ നമുക്ക് ഇതിപ്പോ ഹനഫി മദ്ഹബിലും ഷാഫിഈ മദ്ഹബിലും കറാഹത്ത് തന്നെയാണ്. കുപ്പായത്തിന്റെ കയ്യ് അല്ലെങ്കിൽ ഷർട്ടിന്റെ കയ്യ് തുണി മടക്കി വെക്കൽ എന്താണ്? കറാഹത്ത് തന്നെയാണ്. നിങ്ങൾ നോക്ക്, അധിക പള്ളികളിലും ചെല്ലുമ്പോൾ ആളുകൾ കൈ മടക്കി ചുരുട്ടി വെച്ച് ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്? റബ്ബിന്റെ മുമ്പിൽ നിൽക്കാൻ. നമ്മളൊരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോ അല്ലെങ്കിൽ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരാളിന്റെ അരികിലേക്ക് നമ്മൾ ചെല്ലുമ്പോ മുണ്ട് കുത്തിമടക്കിയ മുണ്ടാണെങ്കിൽ ആ മുണ്ട് അഴിച്ചിട്ട് വളരെ വിനയത്തോടു കൂടിയല്ലേ നമ്മൾ നിൽക്കുന്നത്? അതേപോലെ അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ, സുജൂദ് ചെയ്യാൻ വേണ്ടി വന്നു നിൽക്കുന്ന നമ്മൾ അഹങ്കാര മനോഭാവത്തോടുകൂടി അല്ല നിസ്കരിക്കാൻ വേണ്ടി നിൽക്കേണ്ടത്. നമ്മൾ നിൽക്കേണ്ടത് എങ്ങനെയാണ്? നല്ല വിനയാന്യതരായി വേണം നമ്മൾ നിൽക്കാൻ. അപ്പൊ പിന്നെ കുപ്പായത്തിന്റെ കൈയൊക്കെ ചുരുട്ടി വെച്ച് അങ്ങനെയല്ല നിൽക്കേണ്ടത്, നല്ല വിനയത്തോടുകൂടി നാം നിൽക്കണം. അപ്പം നിസ്കാരത്തിൽ കുപ്പായത്തിന്റെ ഷർട്ടിൻ്റെതാണ് ണെങ്കിൽ ആ കൈ, ഫുൾ കൈ ഷർട്ട് ധരിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കണം. ആ കൈ നിസ്കാരത്തിൽ മടക്കി വെച്ചുകൊണ്ട് നിസ്കരിക്കൽ എന്താണ്? കറാഹത്താണ്. അസ്വലാത്തു ഫിൽ ഇസാരി വഹദ, ഒരാള് ഒരൊറ്റ മുണ്ട്, ഒരു മുണ്ട് മാത്രം ഉടുത്തുകൊണ്ട് നിസ്കരിക്കുന്നു. ഔ ഫി സർവാലി വഹദഹു മഅൽ ഖുദ്റത്തി അലാ ലബ്സിൽ ഖമീസി, അയാൾക്ക് കമീസ് ധരിക്കാൻ കഴിവുണ്ട്, അയാൾക്ക് പൈജാമ കമീസ് ധരിക്കാൻ കഴിവുണ്ട്, പക്ഷെ അയാള് കമീസ് ധരിക്കാതെ പാൻറ് പൈജാമ മാത്രം ഇട്ടുകൊണ്ട് നിസ്കരിക്കുന്നു.
വേറെ ഒരാള് അയാള് ഒരു മുണ്ട് മാത്രം ഉടുത്തുകൊണ്ട് നിസ്കരിക്കുന്നു, ഷർട്ട് ഇട്ടിട്ടില്ല. അപ്പം ഷർട്ട് ഇടാതെ നിസ്കരിക്കുന്നത് കറാഹത്താണ്. ഷർട്ട് ഇടാതെ നിസ്കരിക്കൽ എന്താണ്? ചൂടല്ലേ, വീടല്ലേ എന്ന് കരുതി ഒരാള് ഉടുപ്പിടാതെ ഷർട്ട് ഇടാതെ നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിക്കുന്നതിന്റെ ഹുക്കുമ് കറാഹത്താണ്, പാടില്ലാത്തതാണ്. അല്ലാഹു തആല നമുക്ക് പഠിക്കാൻ ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. 25ാമത്തെ കറാഹത്ത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന്, അസ്വലാത്തു മക്ശൂഫുർ റഅസി ലിഗൈരി ഉദ്രിൻ. തല തുറന്നിട്ടുകൊണ്ട് തല മറയ്ക്കാതെ നിസ്കരിക്കാം. തല തുറന്നിട്ടുകൊണ്ട് തല മറയ്ക്കാതെ എന്ത് ചെയ്യുക? ഒരാൾ നിസ്കരിക്കുക. ഒരു കാരണവുമില്ല. അയാൾക്ക് തൊപ്പി ധരിക്കൽ കൊണ്ട് അല്ലെങ്കിൽ തലപ്പാവ് ധരിക്കൽ കൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല. ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നിട്ടും ഇയാൾ തല മറയ്ക്കാതെ നിസ്കരിക്കുന്നു. അത് കറാഹത്താണ്. പലർക്കും സമയമില്ല ഒരു തൊപ്പി എടുത്ത് തലയിൽ വെക്കാൻ, അല്ലെങ്കിൽ ഒരു ടവലെങ്കിലും ഒന്നെടുത്ത് തലയിൽ ചുറ്റാൻ. എങ്ങനെയായാലും തല മറയ്ക്കുക. അതേപോലെ അലൈക്കും ബിൽ അമാഇം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ തലപ്പാവ് ലാസിമാക്കണം. അലൈക്കും ബിൽ അമാഇം, നിങ്ങൾ തലപ്പാവ് ധരിക്കുക. ഫഇന്നഹാ സീമാഉൽ മലായിക, അത് മലക്കുകളുടെ ലക്ഷണമാണ്, മലക്കുകളുടെ അടയാളമാണ് തലപ്പാവ് ധരിക്കുക. അപ്പൊ തലപ്പാവ് ധരിക്കേണ്ടുന്ന ഒരാൾ, ഒരു ആലിം, ഓരോരുത്തർക്കും ഓരോ വേഷങ്ങളുണ്ടല്ലോ. അപ്പം ആലിമിന്റെ വേഷം ജാഹില് ധരിക്കാൻ പാടില്ല, ജാഹിലിന്റെ വേഷം ആലിമ് ധരിക്കാൻ പാടില്ല. ഒരു ആലിം എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ആലിമിന്റെ വേഷമായിരിക്കണം ധരിക്കേണ്ടത്. ഇത് ആലിമാണെന്ന് പറയുന്നു, പക്ഷെ വെറും കൂറ വേഷമാണ്. നമ്മുടെ ഭാഷയിലാണ് വെറും കൂറ വേഷം, വെറും അഴുക്ക് പിടിച്ച കളർ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് നടക്കുകയാണ്. കളർ ഡ്രസ്സുകൾ സാധാരണക്കാരിടുന്നത് പോലെ അപ്പൊ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിൽ ആലിം ഏതാണ്, ഉസ്താദ് ഏതാണ്, സാധാരണക്കാരൻ അതാണെന്ന് തിരിച്ചറിയൂല. ആലിമീങ്ങൾക്ക് ആലിമീങ്ങളുടേതായ ഡ്രസ് കോഡുകളുണ്ട്, അത് അവർ ധരിക്കണം. അതിൽപ്പെട്ടതാണ് തലപ്പാവ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, അവരെന്ത് ചെയ്യട്ടെ? അലൈക്കും ബിൽ അമാഇം, തലപ്പാവ് ധരിക്കണം, അത് സുന്നത്താണ്. മാത്രമല്ല അത് മലക്കുകളുടെ അടയാളം കൂടിയാണ്. അപ്പോൾ പിന്നെ തലമറയ്ക്കാതെ തൊപ്പി വയ്ക്കാതെ നിസ്കരിക്കുന്നത് എന്താണ്? കറാഹത്ത് തന്നെയാണ്. ചില പുത്തനാശയക്കാര് പറയും അങ്ങനെ ഹദീസില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. നബി തങ്ങൾ ചില സമയത്ത് അങ്ങനെ നിർവഹിച്ചിട്ടുണ്ട്. എണ്ണ തലയിൽ തേച്ചിട്ട് ആ എണ്ണ ഇതിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിലൊക്കെ കാണാം. പക്ഷെ അതല്ല, മുത്തുനബി തങ്ങൾ സുന്നത്തായി പ്രഖ്യാപിക്കുന്നു, തല മറയ്ക്കണം, അത് സുന്നത്താണ്, അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ടല്ലേ ഇമാമിങ്ങള് വളരെ വ്യക്തമായി, ആരാണ് ഇമാമുൽ ആലം? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഹനഫി മദ്ഹബിന്റെ ഇമാമ്. ആരാണ്? 4ഓളം സ്വഹാബികളെ നേരിട്ട് കണ്ട മഹാനാണ്. സ്വഹാബി അല്ല ഇമാമുൽ ആലം, പക്ഷേ താബിഈങ്ങളിൽ പെട്ടവരാണ്. സ്വഹാബത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്നവരാണ്. 4ഓളം സ്വഹാബത്തിനെ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിക്കാൻ അവസരം കിട്ടിയവരാണ് മഹാനായ ഇമാമുൽ അഅ്ലം വൽ അഖ്ദം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നാഫിആയ ഇൽമ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. അപ്പോൾ അവരെ പോലെയുള്ള മഹാന്മാര് നമുക്ക് പഠിപ്പിക്കുകയാണ്, കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. മക്ശൂഫുർ റഅസി, തല തുറന്നിട്ടുകൊണ്ടുള്ള നിസ്കാരം, അത് കറാഹത്താണ്. നമ്മൾ അതാണ് നോക്കേണ്ടത്. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? തല മറച്ചുകൊണ്ട് നിസ്കരിക്കുക. 26ാമത്തെ കറാഹത്ത്, അസ്വലാത്തു ഖൽഫസ് സഫി അല്ലദീ ഫീഹി ഫുർജത്തുൻ വസഅത്തുൻ ലിൽ ഖിയാമി. ഒരാള് ഒരു സഫിന്റെ പിറകിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നു. മുമ്പിലത്തെ സഫിലാണെങ്കിൽ ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലം ഉണ്ട്. മുമ്പിലത്തെ സഫിൽ ഒരാൾക്ക് നിൽക്കാൻ ഉള്ള സ്ഥലം ഉണ്ടായിരിക്കവേ ആ സ്ഥലത്ത് കയറാതെ അടുത്ത സഫിൽ നിന്ന് നിസ്കരിക്കുക, അത് കറാഹത്താണ്.
ഒരാൾക്ക് നിൽക്കാനുള്ള സംവിധാനം, ഒരു സൗകര്യം ആ മുമ്പിലത്തെ സഫിലുണ്ട്. ആ സൗകര്യത്തിൽ കയറി നിൽക്കാതെ ഇയാള് പിന്നിൽ മാറി അല്ലെങ്കിൽ അടുത്ത സഫിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നു, അത് കറാഹത്താണ്. അതേപോലെ 27ാമത്തെ കറാഹത്ത് അദ്ദുൽ ആയാതി വത്തസ്ബീഹി ബിൽ അസാബിഇ, വിരലുകൾ കൊണ്ട് തസ്ബീഹുകളും ആയത്തുകളും ഇങ്ങനെ എണ്ണുക. ഹനഫി മദ്ഹബിന്റെ ഒരു പ്രധാനപ്പെട്ട നിയമമാണ്. ചില ആളുകൾ ഹനഫി മദ്ഹബിലെ ചില സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും, വിരലുകൾ കൊണ്ട് ഇങ്ങനെ എണ്ണം പിടിക്കുക. നിസ്കാരത്തില് വിരലുകൾ കൊണ്ട് ഇങ്ങനെ എണ്ണം പിടിക്കുക, അത് പാടില്ല, അത് കറാഹത്താണ്. 28ാമത്തെ കറാഹത്ത് മസ്ഹു തുറാബിൻ ലാ യുദീഹി മിനൽ വജ്ഹി ഫി അസ്നാഇ സ്വലാത്തി, നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ സുജൂദിൽ പോയപ്പോ മുഖത്തോ മൂക്കിലോ മണ്ണ് പറ്റി, ആ മണ്ണ് നിസ്കാരത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, അത് തുടച്ചു കളയുക. നിസ്കാരത്തിൽ നിന്നുകൊണ്ട് അത് തുടച്ചു കളയുക, അതെന്താണ്? കറാഹത്താണ്. ആവശ്യമില്ലാതെ ഇനി അതിരുന്നു കൊണ്ട് നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ, നമുക്കതിരിക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് വരുന്നുവെങ്കിൽ തുടച്ചു കളയാം. അതല്ല, ഒരു കാരണമില്ല നമ്മളിങ്ങനെ ആ പൊടിയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുക, നിസ്കാരത്തിൽ നിന്നുകൊണ്ട് തുടയ്ക്കുക, അത് കറാഹത്താണ്. അതേപോലെ അൽ ഇഖ്തിസാറു ഫിസ് സുജൂദി അലൽ ജബ്ഹതി ബിദൂനി ഉദ്രിൻ, ഒരാള് സുജൂദ് ചെയ്തപ്പോ നെറ്റി മാത്രം തറയിൽ മുട്ടിച്ച് എന്ത് ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു. അങ്ങനെയുണ്ട് ചില ആളുകൾ സുജൂദിലേക്ക് പോകുമ്പോൾ അവരുടെ മൂക്ക് തറയിൽ മുട്ടാറില്ല, നെറ്റി മാത്രം ഇങ്ങനെ കുത്തിപ്പിടിച്ചുകൊണ്ട് സുജൂദിലായി പോകുന്നു, അത് കറാഹത്താണ്. നെറ്റി മാത്രം സുജൂദിൽ വെക്കൽ എന്താണ്? കറാഹത്താണ്. നെറ്റിയും വെക്കണം, മൂക്കും വെക്കണം, രണ്ടും ഒരുമിച്ച് ആണ് വെക്കേണ്ടത്. അതേപോലെ അസ്വലാത്തു ബിഹളറത്തി ത്വആമിൻ ഇദാ കാനത്ത് നഫ്സുഹു തമീലു ഇല ത്വആമി, മുമ്പില് ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുന്നു, ആ ഭക്ഷണം കഴിക്കണം, വിശപ്പുണ്ട്, ഭക്ഷണത്തിനോട് വല്ലാത്ത ഒരു ഭക്ഷണത്തിനോട് വല്ലാത്ത ഒരു താല്പര്യമുണ്ട്, കഴിക്കണമെന്ന മോഹമുണ്ട് എന്നിരിക്കവേ ആ വിളമ്പി വെച്ച ഭക്ഷണം ഉണ്ട് അല്ലെങ്കിൽ ഭക്ഷണം ഇരിക്കവേ നിസ്കരിക്കുക, ആ നിസ്കാരം കറാഹത്താണ്. അവിടെ എന്താ വേണ്ടത്? അവിടെ ആ ഭക്ഷണം കഴിക്കുക, നിനക്ക് ആവശ്യമുള്ള ഭക്ഷണം നീ കഴിക്കുക, കഴിച്ചതിന് ശേഷം നിസ്കരിച്ചാൽ മതി. ഭക്ഷണം ഹാജരായിരിക്കവേ ആ ഭക്ഷണം കഴിക്കാൻ ശരീരത്തിന് താല്പര്യമുണ്ടായിരിക്കവേ നീ അത് കഴിക്കാതെ നിസ്കരിക്കുന്നത് കറാഹത്താണ്. തഅയീനു സൂറത്തിൻ ലാ യുഖറഉ ഗൈറുഹ, ഒരു സൂറത്ത് തന്നെ ഇങ്ങനെ പതിവായി ഓതുക, അത് കറാഹത്താണ്. എപ്പോഴും ഒരു സൂറത്ത് തന്നെ ഓതുക, എപ്പോഴും ഒരു സൂറത്ത് തന്നെ ഓതുക, അതെന്താണ്? കറാഹത്താണ്. പിന്നെ വേണമെങ്കിൽ ഒരാളൊരു സൂറത്ത് ഇങ്ങനെ പതിവായി ഓതി, ഏതാണ്? ഖുൽ ഹുവല്ലാഹു അഹദ്. ഒരു ഉദാഹരണം പറയാൻ, അതെന്തേ നീ ഖുൽ ഹുവല്ലാഹു അഹദ് തന്നെ എപ്പോഴും ഓതുന്നത്? അതിൽ തബറുക്കി ബി ഖിറാഅത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ബറക്കത്ത് എടുക്കാൻ വേണ്ടി മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സൂറത്തായിരുന്നു അത്. അപ്പം നബിതങ്ങളുടെ ഒരു ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓതുന്നതെങ്കിൽ അത് കുഴപ്പമില്ല, കറാഹത്തില്ല. ഇപ്പം വെള്ളിയാഴ്ച രാവിൽ ഹൽ അതാക ഹദീസുൽ ഗാശിയ അല്ലെങ്കിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, ഈ സൂറത്തുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഓതിയിരുന്നു. എപ്പോ? വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച സുബഹിക്കൊക്കെ ഓതിയിരുന്നു. അപ്പം ഇവിടെ ഹനഫി പള്ളിയിൽ ഒരാള് എല്ലാ വെള്ളിയാഴ്ച രാവിലും ഇത് ഓതുന്നു. എന്തേ നിങ്ങൾ അങ്ങനെ ഓതുന്നത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഓതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടൊരു ബറക്കത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഓതുന്നത്, എന്നാൽ കുഴപ്പമില്ല, കറാഹത്തില്ല.